നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ ദേവസ്വം LD, അങ്ങനെയുള്ള RRB, ഇനി വരാൻ പോകുന്ന KS, ഇവയെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ് എന്ന നിലയിൽ ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതലും വൊക്കാബുലറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഷോർട്ടേജ് ഓഫ് എസെൻഷ്യൽ ഡാഷ് മസ്റ്റ് ബി ഓവർകം ഇൻ എ ഷോർട്ട് ടൈം. അല്ലേ, അപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? ദ ഷോർട്ടേജ്, അല്ലേ, ഷോർട്ടേജ് എന്തിൻ്റെ ഷോർട്ടേജാണ്? ഓഫ് എസെൻഷ്യൽ, അത്യാവശ്യമായിട്ടുള്ള ഡാഷ്, അതായത് ഇവിടെ എന്താണ് വരേണ്ടതെന്നുള്ള ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? പ്രൊഡക്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, കമ്മോഡിറ്റീസ് എന്ന് കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ഡെലിവറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഡാഷ് മസ്റ്റ് ബി ഓവർകം ഇൻ എ ഷോർട്ട് ടൈം, അതായത് ഒരു ചെറിയ കാലയളവിൽ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഈ ഷോർട്ടേജ് നമ്മൾ ഓവർകം ചെയ്യണമെന്ന് പറയുന്നു. അപ്പം ഇവിടെ എന്തിൻ്റെ ഷോർട്ടേജ് ആണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ചോദ്യമാണ്, അല്ലേ? പ്രൊഡക്ട്സ് ആണോ, കൊമോഡിറ്റീസ് ആണോ, മെറ്റീരിയൽ ആണോ, ഡെലിവറി ആണോ? ഇങ്ങനെ ചോയ്സ് വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇതിനെല്ലാം സാധ്യതകളുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യമായിട്ടുള്ള നടത്തൽ, അല്ലേ? എസെൻഷ്യൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യം നടത്തില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ അത്യാവശ്യ സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ആയിട്ടുള്ള, പ്രാഥമികമായിട്ട് നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം കൂടെ, അത് ഫുഡാകാം, അല്ലേ? അപ്പോൾ അങ്ങനെ റോ മെറ്റീരിയൽസ് ആകാം, അങ്ങനെ ഇത് എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു വാക്ക് പറയും. അതാണ് ഈ ചോയ്സിൽ നിന്ന് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അത് ഏതാണ്? കൊമോഡിറ്റീസ് എന്നുള്ള വാക്കാണ്, അല്ലേ? അവശ്യ സാധനം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എന്തും വരാം, നമുക്ക് അവശ്യ സാധനങ്ങളായിട്ടുള്ള എന്തും ഇതിനകത്ത് വരാം. അപ്പോൾ അതാണ് കൊമോഡിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറായി വരിക ഏതായിരിക്കും? കൊമോഡിറ്റീസ് എന്നുള്ളതായിരിക്കും. സംഭവം കണ്ടാൽ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷേ പരീക്ഷയുടെ ആ സമയത്ത്, അല്ലേ, അതൊരു വല്ലാത്തൊരു സമയമാണല്ലോ, നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കും പരീക്ഷ എഴുതുന്ന സമയം. ആ ഒരു സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഭയപ്പെട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കൺഫ്യൂസ്ഡായി നമ്മൾ ഈ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മെറ്റീരിയലോ ഒക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതല്ല ഇവിടെ എസെൻഷ്യൽ എന്ന് വെച്ചാൽ അവശ്യ സാധനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവശ്യ സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രാഥമികമായി നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ എല്ലാവരും ചേർത്ത് നമ്മൾ പറയുന്നത് കൊമോഡിറ്റീസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ആൻസറായി വരിക. ഇനി അടുത്ത് നോക്കാം. എ ലേഡീസ് അംബ്രല്ല ഈസ് ഡാഷ്. എന്നുവെച്ചാൽ ലേഡീസ് അംബ്രല്ല എന്ന് വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി ചോദ്യമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കാം. പാരസോൾ, ഗ്രാനറി, എപ്പിറ്റഫ്, നൺ. അതായത് പാരസോൾ ആണോ, ഗ്രാനറി ആണോ, എപ്പിറ്റഫ് ആണോ, അതോ ഈ പറയുന്ന നൺ ഓഫ് ദീസ് ആണോ? ഇതിലൊന്നും അത് വരുന്നില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പം ലേഡീസ് അംബ്രല്ല ഈസ് ഡാഷ്. അപ്പം ഇതാ നമുക്ക് ഇതിനകത്ത് പരിചയമുള്ള വാക്ക് എന്ന് പറയുന്നത് ഗ്രാനറിയാണ്.
ഇല്ല, എൻ്റെ ഗ്രാനറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലവറ എന്നർത്ഥം. അപ്പോൾ അതോർത്ത് വെച്ചിട്ട് നമ്മൾ ഗ്രാനറി നമ്മളൊന്ന് മനസ്സിൽ വെക്കും. എപ്പിറ്റഫ്, അത് നമുക്ക് ഏകദേശമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന എപ്പിറ്റഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ എപ്പിറ്റഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്മാരകക്കുറിപ്പ് എന്നർത്ഥം. എവിടെ എഴുതുന്ന സ്മാരകക്കുറിപ്പ്? ശവകുടീരത്തിൽ നമ്മൾ സ്മരണക്കുറിപ്പ് എഴുതുമല്ലോ, അങ്ങനെയുള്ള ആലേഖനത്തെ അല്ലെങ്കിൽ ആ ലേഖനത്തെയാണ് നമ്മൾ എപ്പിറ്റഫ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുമ്പം ഈ പറയുന്ന സംഭവം വരാൻ ചാൻസ് ഇല്ല നമുക്കറിയാം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ലേഡീസ് അംബ്രല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാനറി ആണോ അല്ലെങ്കിൽ പാരസോൾ? പാരസോൾ എന്ന് വെച്ചാൽ എന്താ? അത് ഒരുതരം അംബ്രല്ലയാണ്, ഒരു കുടയാണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഈ പാരസോൾ എന്ന് പറയുന്ന വാക്ക് പലർക്കും അറിയണമെന്നില്ല. പലരും ഈ ഗ്രാനറി അല്ലേ, കലവറ, സ്ത്രീകൾ മിക്കപ്പോഴും സ്ത്രീകളാണല്ലോ കൂടുതൽ ഈ കലവറ അങ്ങനെയുള്ള സാധനം അവിടെയൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്രാനറി എഴുതാൻ ചാൻസ് ഉണ്ട്. എന്തറിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ. ഇത് ഒരു തരം കുടയാണ്. ഈ കുടയാണ് എന്താ ലേഡീസ് അംബ്രല്ല എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഈ പാരസോൾ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് നോക്കാം, സ്പോട്ട് ദറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കുമ്പോൾ ദ ഓൺലി ക്രൈറ്റീരിയ ടു ജഡ്ജ് എ പേഴ്സൺ ഈസ് ടു ഒബ്സർവ് ഹിസ് ബിഹേവിയർ. അല്ലെ, ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്ന ഒന്നാണ്. ഏറ്റവും വലിയ എന്നല്ല, ഒരേ ഒരു മാനദണ്ഡം അല്ലെ, ദ ഓൺലി ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് മാനദണ്ഡം എന്നൊക്കെയാണ് ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരേ ഒരു മാനദണ്ഡം, ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. എന്ത്? ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബിഹേവിയർ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തിയെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്, ഒന്ന് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് തെറ്റെന്നാ ചോദിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് വായിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് തെറ്റൊന്നും തോന്നത്തില്ല, പക്ഷെ തെറ്റുണ്ട്. എവിടെ? ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്ന വാക്ക്. ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ഫോമാണ്. ഇതിന്റെ സിംഗുലർ ഫോം എന്താണ്? ക്രൈറ്റീരിയൻ. ഇത് പലർക്കും വിട്ടുപോകുന്ന ഒരു സംഭവമാണ്. എല്ലാവരും സിംഗുലർ ആയിട്ട് പോലും പലരും ക്രൈറ്റീരിയ എന്നേ പറയത്തുള്ളൂ. എന്നാൽ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ അർത്ഥം മാനദണ്ഡങ്ങൾ എന്നർത്ഥം, അതായത് പ്ലൂറൽ ഫോമാണ്. ഇതിന്റെ സിംഗുലർ ഫോം എന്ന് പറയുന്നത് എന്താണ്? ക്രൈറ്റീരിയ എന്നാണ്. അപ്പൊ ഇവിടെ ദ ഒള്ളി, ഈ ഒള്ളി എന്ന് പറയുന്ന വാക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത് മാത്രം നടത്തില്ല. അപ്പൊ അത് മാത്രം എന്ന് പറയുമ്പോൾ അവിടെ സിംഗുലർ ഫോമാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് പ്ലൂറൽ ഫോമാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ തെറ്റ്. ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? സിംഗുലർ ഫോമാണ് വരേണ്ടത്. അതായത് ഈ സെന്റൻസ് എങ്ങനെയാണ് വരേണ്ടത്? ദ ക്രൈറ്റീരിയൻ ടു ജഡ്ജ് എ പേഴ്സൺ ഈസ് ടു ഒബ്സർവ് ഹിസ് ബിഹേവിയർ എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈ എ എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെയാണ് തെറ്റുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹീസ് ദ ഓൾഡ് വർഷിപ്പർ ഓഫ് ബാക്കസ്. ബാക്കസ് എന്ന് പറയുന്നതിന്റെ ഒരു പഴയ വർഷിപ്പറാണ്, ഒരു ആരാധകനാണ്, വർഷിപ്പ് ചെയ്യുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ് അർത്ഥത്തിൽ. എന്തിന്റെ? ബാക്കസ്. ബാക്കസ് എന്ന് പറയുന്നൊരു ദേവതയായിട്ട് അല്ലെങ്കിൽ ദേവനായിട്ട് കാണുന്നതാണ് ബാക്കസ് സങ്കല്പം. അപ്പൊ അങ്ങനെ ഒരു ദേവന്റെ അല്ലെങ്കിൽ ദേവതയുടെ ആരാധകനായിരുന്നു, പഴയ ആരാധകനാണ് അദ്ദേഹം അർത്ഥത്തിൽ. അപ്പം എന്താണ് ബാക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ദൈവത്തെയാണ് നമ്മൾ ബാക്കസ് എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുക. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ ഗോഡസ് ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ ദേവത. ദ ഗോഡ് ഓഫ് വൈൻ, വൈനിന്റെ ദേവൻ. ദ ഗോഡ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ദേവൻ. ദ ഗോഡ് ഓഫ് ബ്യൂട്ടി, സൗന്ദര്യത്തിന്റെ ദേവൻ. അപ്പൊ ഈ ബാക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏത് ഉൾപ്പെടും എന്നാണ് ഇവിടെ ചോദ്യം. ബാക്കസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദ ഗോഡ് ഓഫ് വൈൻ എന്നാണ് അല്ലെ. ദ ഗോഡ് ഓഫ് വൈൻ ആണ്, അല്ലെങ്കിൽ വൈനിന്റെ ദേവനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാക്കസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ഗോഡ് ഓഫ് വൈൻ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് നോക്കുക, അന്റോണിം ഓഫ് ഇൻസിബിറ്റ്. ഇൻസിബിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിം. ഇത് അന്റോണിം ഓപ്പോസിറ്റ് എന്ന് ഉദ്ദേശിക്കും, എതിരായിട്ട് വരുന്ന അർത്ഥം. അപ്പൊ നമുക്ക് ഇൻസിബിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എടുത്തെഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഓപ്ഷൻസ് കൊടുക്കാം. ടേസ്റ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റുപ്പിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫീസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ അർത്ഥവും നമ്മൾ അറിഞ്ഞിരിക്കും.
നമുക്ക് ടേസ്റ്റി അറിയാം. എന്താണ് ടേസ്റ്റി? സ്വാദുള്ള. സ്റ്റുപ്പിഡ് നമുക്കറിയാം. ഡിസ്ക്രീറ്റ് എന്താണ്? ഡിപ്ലോമാറ്റിക് എന്നർത്ഥം. ഫീസ്റ്റോ സദ്യ എന്നർത്ഥം. അപ്പൊ ഈ പറയുന്നതിൽ എന്തായിരിക്കും ഈ ഇൻസിപ്പിഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇൻസിപ്പിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. എന്താ ഇൻസിപ്പിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ടേസ്റ്റ് ലെസ് എന്നർത്ഥം. സ്വാദില്ലാത്തത്, സ്വാദില്ലാത്ത, രുചിയില്ലാത്ത എന്നുള്ളതിന്റെ അർത്ഥമാണ് ഈ ഇൻസിപ്പിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസിപ്പിഡ് രുചിയില്ലാത്ത എന്നാണ് അർത്ഥമെങ്കിൽ അതിന്റെ ആന്റോണി വിപരീതം എന്തുമായിരിക്കും? ടേസ്റ്റി എന്നായിരിക്കും, സ്വാദുള്ളതെന്നർത്ഥം. പലരും ഈ ഇൻസിപ്പിഡ് എന്ന് കണ്ടുകൊണ്ട് പലരും സ്റ്റുപ്പിഡ് എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുക. എങ്ങനെയാണെങ്കിൽ ഈ അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? ടേസ്റ്റ്ലെസ് എന്നാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിട്ട് വരത്തുള്ളൂ? ടേസ്റ്റി ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.